ദില്ലിയിൽ CPIയുടെ ദേശീയ നേതൃയോഗങ്ങൾക്കായി എത്തിയതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആദ്യം തന്നെ റിപ്പോർട്ടർ TV-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒപ്പം ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ സാധാരണക്കാർക്ക് വേണ്ടി നൽകുന്ന സർക്കാർ നൽകുന്ന LDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി കൂടി അവതരിപ്പിക്കുന്ന ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ട് വരുന്നു എന്ന വാർത്ത, അവർ അതുകൂടി ആനുകൂല്യം കൂടി പറ്റുന്നു എന്ന വാർത്ത ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് സത്യമാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത്തരം പെൻഷനുകൾ ദുർബലർക്ക്, അവശർക്ക്, പാവങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. അവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷനുകൾ അനർഹരായവർ, അതാരുമാകാം, അവർ തട്ടിപ്പറിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, തെറ്റാണത്. ആ തെറ്റിന് ശിക്ഷയുണ്ടാകും. ഇപ്പോൾ വരുന്ന ഈ ഗവർണർ കഴിഞ്ഞ പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികളിൽ സർക്കാർ കൊടുക്കുന്ന പട്ടികയ്ക്ക് മറികടന്ന് ഗവർണർ തന്നിഷ്ടപ്രകാരം താൽക്കാലിക VC-മാരെ നിയമിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. കേരളത്തിലെ ഗവർണർ ഏറെക്കാലമായിട്ട് ഗവർണർ പദവിയുടെ ഭരണഘടനാപരമായ ഉള്ളടക്കത്തെയോ അതിരുകളെയോ സത്തയെയോ ഉൾക്കൊള്ളാതെ BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ചട്ടുകമേ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരള രാജ്ഭവൻ BJPയുടെ ക്യാമ്പ് ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമിത്ഷായുടെയും മോദിയുടെയും ഗവൺമെൻറ്റിന് കേരളത്തിൽ നടപ്പിലാക്കാനാകാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു ദല്ലാൽ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ, ഇതിനെയൊന്നും പരിഗണിക്കാതെ ഒരു ആന കരിമ്പിൻ കട്ടിൽ കയറിയതുപോലെ സർവകലാശാലകളുടെ എല്ലാ അധികാരങ്ങളുടെയും മേൽ ഒരു ഗവർണർ ഇതുപോലെ ഇടപെട്ടാൽ അതിൻ്റെ പേര് നിയമപരമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ലംഘനമെന്നാണ്. അത് യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ട്സിൻ്റെയും എല്ലാം ലംഘനമാണ്. അതിന് തീർച്ചയായിട്ടും നിയമപരമായും രാഷ്ട്രീയമായും അത് ഉത്തരം പറയേണ്ടി വരും. ദിനേശ് സഖാവ്, ഒരു കാര്യം കൂടി, ഈ കണ്ണൂർ ADM-ൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം CBIയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ആവശ്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും സർക്കാരിലുള്ള ഒരു വിശ്വാസം കുടുംബത്തിനില്ല എന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക? അവരാ പറയേണ്ടത്, ഞാനല്ല. അതിൽ